have to give food to your spirit. Otherwise, you cannot come to minister. ഇവിടെ ശുശ്രൂഷയ്ക്ക് പേരുണ്ട്, പക്ഷെ വരാൻ പറ്റിയില്ല. എന്തുകൊണ്ട്? ആത്മാവിന് ടോണിക് കൊടുത്തില്ല. യുവർ അഡ്രസ് ഇസ് ചേഞ്ചിങ്. നിങ്ങളുടെ അഡ്രസ്സ് മാറുന്നു. നിങ്ങളുടെ അഡ്രസ്സ് മാറുന്നു. വല്ല മനസ്സിലായ? യുവർ അഡ്രസ് ഇസ് ഗോയിങ് ടു ചേഞ്ച്. നിങ്ങൾ എന്ത് ചെയ്യുന്നു? പഠിക്കുന്നു എന്തിന്? യു വിൽ ഡു യുവർ ഗ്രാജുവേഷൻ എബ്രോഡ്. നിങ്ങൾ വിദേശ അങ്ങനെ ഒരു പ്ലാൻ ഇട്ടാ? എന്താ പ്ലാൻ ഇട്ടത്? അടുത്ത വർഷം പുറത്ത് കൊണ്ടുപോകാനായിട്ട് പ്ലാൻ ഇട്ടിരിക്കുകയാണ്. എന്നോട് പറഞ്ഞ ഇല്ല. ആഫ്റ്റർ യുവർ സ്റ്റഡിയിങ് ഇയർ you will go abroad and study. God will use you powerfully for the kingdom. നിങ്ങൾ മാപ്പ് നോക്കിയിരിക്കുന്നോ? ഇല്ലേ? God will use you around the world also. നിങ്ങൾ പാട്ട് പാടുന്ന വ്യക്തിയാണോ? God will use you around the world. Very soon you will go abroad for higher studies. നിങ്ങൾ വിദേശ രാജ്യത്ത് നിങ്ങളെ പഠിക്കാനായിട്ട് ദൈവം കൊണ്ടുപോകും. God will use you powerfully for the kingdom of God. അപ്പോൾ ഇതാണ് ദൂത് കേട്ടോ. അപ്പോൾ എന്താ ഇവിടെ പറയണതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, make your spirit active, then your life will be changed. People are worried when the flesh is affected. ജഡത്തിലൊരു ദോഷം വരുമ്പോൾ ആൾക്കാർ ചിന്താകുലരാകും. എക്സാമിനേഷൻ ഫെയിലിയർ, പരീക്ഷ തോറ്റത് എവിടെയാണ്? ആത്മാവിലല്ല, ജഡത്തിലാണ് തോറ്റിരിക്കുന്നത്. വീട് ചോരുന്നു, എവിടെയാണ് വന്നിരിക്കുന്നത്? The water is coming down from the roof. ജഡത്തിലാണ് സംഭവിച്ചത്. There is no job, ജോലിയില്ല, എവിടെയാണ് സംഭവിച്ചിരിക്കുന്നത്? ജഡത്തിലാണ് സംഭവിച്ചത്. No happiness, എവിടെയാണ്? ജഡത്തിലാണ്. ചില ആൾക്കാർ പറയും ഇറ്റ് ഈസ് വെരി ബോറിങ്. എന്താ പറയുന്നത്? എന്താ ആൾക്കാർ പറയുന്നത്? ഭയങ്കര ബോറിങ് ആയിരിക്കുന്നു, അതുകൊണ്ട് എനിക്ക് ആരെങ്കിലും ഉണ്ടെങ്കിലേ സംസാരിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ചില ആൾക്കാർ കേട്ടിട്ടുണ്ടോ? Some people say I want someone to talk with. കേട്ടിട്ടുണ്ടോ? Why such people are saying we are bored? Because we are alone. എന്തുകൊണ്ട് ആൾക്കാർ പറയുന്നത് ഞാൻ ഒറ്റയ്ക്കാണ്, എനിക്ക് ബോറടിക്കുന്നു, എനിക്ക് ഒരാളും കൂടെ വേണം? Because they are thinking in flesh. ജഡത്തിൽ ചിന്തിക്കുകയാണ്. ജഡത്തിൽ ചിന്തിക്കുമ്പോൾ അവർക്ക് ഒരാൾ വേണം കമ്പനിക്ക്. But when you make your spirit active, what the spirit will do? The spirit will connect with Holy Spirit. അല്ല പിടികിട്ടിയാ? നിങ്ങളുടെ സ്പിരിറ്റിന്, ആത്മാവിന് ഭക്ഷണം കൊടുക്കാതെ ഇട്ടിരിക്കുന്നത് വയറ് നിറച്ച് പുട്ടും കടലയൊക്കെ തിന്നുന്നു, പക്ഷെ ആത്മാവിന് ഒന്നും കൊടുക്കുന്നില്ല. അതുകൊണ്ട് നിങ്ങളുടെ ജഡത്തിലുള്ള കാര്യത്തെക്കുറിച്ച് ഭാരപ്പെട്ടുകൊണ്ടിരിക്കുന്നു. You are giving food to your body, you are eating everything, chapati, everything, but not giving food to your spirit. So you are seeking companion. സുഹൃത്തുക്കളെ നിങ്ങൾ അന്വേഷിച്ചു പോവുകയാണ്. But when your spirit is active, you will never say I am alone. നിങ്ങളുടെ ആത്മാവ് നല്ല ഊർജ്ജസ്വലതയോടെ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും പറയത്തില്ല എനിക്കൊരാൾ വേണമെന്ന് പറയത്തില്ല. Why? The spirit will connect to Holy Spirit. നിങ്ങൾ ആത്മാവിനെ ഉണർത്തിക്കഴിഞ്ഞാൽ ആത്മാവ് എന്ത് ചെയ്യും? ചാടി പിടിക്കും പരിശുദ്ധാത്മാവുമായിട്ട്. സന്തോഷമില്ല, അയ്യോ ഉറങ്ങിപ്പോയി ചിലവർ ഉറങ്ങിപ്പോയി. വല്ല പിടികിട്ടിയാ? വയറ് നിറച്ച് നമ്മൾ ഭക്ഷിക്കുമ്പോൾ എന്താ പറ്റുന്നത്? നമുക്ക് കുടവയറ് വരും, നമ്മുടെ ആത്മാവ് കിടന്ന് ഉറങ്ങിക്കൊണ്ടിരിക്കുക. പ്രശ്നം വരുമ്പോൾ കിടന്ന് നിലവിളിക്കും. ഡെയിലി ബേസിസ് എല്ലാ ആൾക്കാരും അവിടെ കിടന്ന് ഓടുന്നുണ്ടല്ലേ? കുമാർ ഓടുന്നുണ്ട്. ദേ ആർ റണ്ണിങ് അറൗണ്ട് ദ മ്യൂസിയം. എന്തിനാ ഓടുന്നത്? ദേ ആർ ഗിവിങ് ഫുഡ് ടു ദെയർ, ഡൂയിങ് എക്സസൈസ് ടു ദ ബോഡി. ശരീരത്തിന് വേണ്ടി.
അല്പസമയം ഒരു 10 മിനിറ്റ് അവിടെ നിന്ന് ആത്മാവിന് ഒരു ഭക്ഷണം കൊടുത്താൽ ഇങ്ങനെ കിടന്ന് ഓടേണ്ട ആവശ്യമുണ്ട്? 10 മിനിറ്റ് ഒരു ദിവസം ആത്മാവിനെ ഒന്ന് ശ്രദ്ധിച്ചെങ്കിൽ കിടന്ന് ഓടേണ്ട ആവശ്യമുണ്ട്? If you give food to your spirit, what will happen? The spirit will contact with Holy Spirit. എന്തുകൊണ്ടാണ് ആൾക്കാർക്ക് ഈ പരിശുദ്ധാത്മാവിനെ കിട്ടാത്ത അറിയാമോ? Some people take baptism, but they are not receiving Holy Spirit. Why? Their body is fat. ശരീരം നല്ല ശക്തിയിൽ ഇരിക്കുകയാണ്, പക്ഷെ ആത്മാവ് ഈ പരിശുദ്ധാത്മാവിലോട്ടുള്ള വാഞ്ചയില്ല. വല്ലതും പിടികിട്ടിയാ? If you want Holy Spirit, you should have a burden about your spirit. നിങ്ങളുടെ ആത്മാവിനെ കുറിച്ചാണ് നിങ്ങൾ ഭാരപ്പെടേണ്ടത്. Not about the police station case, not about the lawyer's situation. അവിടെ വക്കീൽ പറഞ്ഞതും ഡോക്ടർ പറഞ്ഞതും അല്ല നിങ്ങൾ ഭാരപ്പെടേണ്ടത്. What God is saying about you. നിങ്ങളുടെ ആത്മാവിനെ നിങ്ങൾ ആക്ടിവേറ്റ് ചെയ്താൽ നിങ്ങൾ ചിന്തിക്കുന്നത് എന്താണ്? ഇവിടെ വക്കീലും ഡോക്ടറും പറഞ്ഞതല്ല നിങ്ങൾ ചിന്തിക്കണം. പിന്നെ എന്താണ്? ദൈവം എന്ത് പറഞ്ഞതെന്ന് ചിന്തിക്കും. വല്ലതും പിടികിട്ടിയ? ഉറക്കം വരുന്നോ? ഇപ്പൊ നിർത്താം. വല്ലതും പിടികിട്ടിയ? എന്താ ആൾക്കാർ ഇങ്ങനെ ദുഃഖിച്ചിരിക്കുന്നത്? അവരുടെ ആത്മാവിന് ശക്തിയില്ല. ആർ യു എ സ്പിരിച്വൽ പേഴ്സൺ? നിങ്ങളൊരു ആത്മീയനാണോ? 1 Corinthians chapter 2:14 വായിച്ച്. 1 Corinthians 2:14 വായിച്ചേ. അത് കഴിഞ്ഞ് നമ്മൾ കർത്തൃമേശയിലേക്ക് പോവുകയാണ്. വായിച്ചോളൂ. എന്നാൽ പ്രാകൃത മനുഷ്യൻ. ആരാ പ്രാകൃത മനുഷ്യൻ? ആരാ പ്രാകൃത? കാട്ടിൽ നിന്ന് വന്ന ആളാണോ? ആദിവാസിയാണോ? പ്രാകൃത മനുഷ്യൻ പരിശുദ്ധാത്മാവ് പറയുന്ന ഒന്നും കൈക്കൊള്ളത്തില്ല. ദൈവവചനം പറയുന്ന ഒന്നും കേൾക്കത്തില്ല. അത് അവന് വിഡ്ഢിത്വമായിട്ട് തോന്നും. ദൂതം വരുമെന്ന് പറയുമ്പോൾ അവനത് വിഡ്ഢിത്വം. ഇവിടെ തീ ഇറക്കുമെന്ന് പറയുമ്പോൾ അവനത് വിഡ്ഢിത്വം. ഇറ്റ് ഈസ് ഫൂളിഷ്നെസ് ടു ദം, ദോസ് ഹു ആർ നാച്ചുറൽ പേഴ്സൺസ്. തീ കൊണ്ട് വേലി കെട്ടി എന്ന് പറയുമ്പോൾ അവന് വിഡ്ഢിത്വമായിട്ട് തോന്നും. കാര്യം എന്താ? അവൻ പ്രാകൃത മനുഷ്യനാണ്. ആദിവാസിയല്ല കേട്ടോ. ഇത് കാട്ടിൽ നിന്ന് വന്ന ആളല്ല. പ്രാകൃത മനുഷ്യൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ജഡത്തിൽ ജീവിക്കുന്ന ആൾ. നിങ്ങൾ ആത്മീയനാണോ പ്രാകൃത മനുഷ്യനാണോ എന്ന് ഇപ്പോൾ അറിയാം. ഡോക്ടറിന്റെ റിപ്പോർട്ടും കേട്ടോണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾ പ്രാകൃത മനുഷ്യനാണ്. ദൈവത്തിന്റെ വാക്കും കേട്ടോണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾ ആത്മീയനാണ്. If you are a spiritual person, you will listen to the word of God. If you are a natural person, whatever that God is saying, it is foolishness. നിങ്ങളൊരു പ്രാകൃത മനുഷ്യനാണെങ്കിൽ ദൈവം പറയുന്നതൊക്കെ നിങ്ങൾക്ക് മണ്ടത്തരമായിട്ട് തോന്നും. മന്ന പൊഴിക്കുക മണ്ടത്തരമായിട്ട് തോന്നും. മന്ന ഇസ് സ്പോർട്ട്. മണി വിൽ ബി മൾട്ടിപ്ലൈഡ്. പൈസ വർദ്ധിപ്പിക്കുക, ഇതെല്ലാം ഭോഷത്വമായിട്ട് തോന്നും. എല്ലാം പിടിയിട്ടില്ല. എന്തുകൊണ്ടാണ് ആൾക്കാർ കരഞ്ഞ് നിലവിളിച്ചുകൊണ്ടിരിക്കുന്നത്? ബിക്കോസ് ദേ ആർ നാച്ചുറൽ പേഴ്സൺ. പ്രാകൃത മനുഷ്യരാണ്. അല്ല, മനസ്സിലായ? സോ യു ബി എ സ്പിരിച്വൽ പേഴ്സൺ, നോട്ട് എ നാച്ചുറൽ പേഴ്സൺ. ഇഫ് യു ആർ എ സ്പിരിച്വൽ പേഴ്സൺ, എവറിത്തിങ് ഈസ് അണ്ടർ യുവർ ഫീറ്റ്. എല്ലാം നിങ്ങൾ താഴോട്ട് വായിച്ചേ. ഭയങ്കര മർമ്മമാണ് കേട്ടോ. തൊട്ട് മേലെ വായിച്ച്. പ്രാകൃത മനുഷ്യൻ. So a natural person cannot receive what the Holy Spirit is saying. It is foolishness to them because it has to be discerned spiritually. He cannot understand it. വല്ലതും പിടികിട്ടിയാ? നിങ്ങളുടെ വിഷയം ഉണ്ടല്ല, ഇത് ജഡത്തിലല്ല വിവേചിക്കേണ്ടത്. നിങ്ങൾ അഭിമുഖീകരിക്കുന്ന വിഷയം നിങ്ങൾ ആത്മാവിലാണ് ഡിസേൺ ചെയ്യേണ്ടത്. അങ്ങനെ ആത്മാവിവിടെ ഉറങ്ങിക്കിടക്കുക, ഭക്ഷണം ഇല്ലാതെ ഉറങ്ങിക്കിടക്കുക. പുട്ടും കടലെ അടിച്ചു, പക്ഷെ ആത്മാവിലൊന്നും ഇല്ല, ക്ഷീണിച്ച് കിടക്കുകയാണ്. അതുകൊണ്ട് പരീക്ഷയ്ക്ക് തോറ്റു എന്ന് പറഞ്ഞുകൊണ്ട് കരഞ്ഞോണ്ടിരിക്കുക. ഇവിടെ കിട്ടിയാ? വിസ അടിച്ചില്ലെന്ന് പറഞ്ഞുകൊണ്ട് കരഞ്ഞോണ്ടിരിക്കുകയാണ്. അമേരിക്കയിൽ പോകാൻ പറ്റിയില്ല, കരഞ്ഞോണ്ടിരിക്കുക. കാര്യം എന്താ? ജഡത്തിൽ നിൽക്കുക. വേർ വാസ് ഡാനിയേൽ? ഡാനിയേൽ എവിടെയായിരുന്നു? സിംഹത്തിന്റെ കുഴിയില്.
ബട്ട് സ്പിരിറ്റ് വാസ് ആക്റ്റീവ്. എന്തുകൊണ്ടാണ് ഡാനിയേൽ കരഞ്ഞ് നിലവിളിക്കാത്തത്? Because Daniel knows even if the lion killed the body, his spirit will be with God.